ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി തേർഡ് സെമ്മിൻ്റെ മെയിൻ പേപ്പറായ ഇൻഫർമാറ്റിക്സിലെ എന്ന് വെച്ചാൽ ഇൻഫർമാറ്റിക്സ് ഇൻ അക്കാഡമിക്സ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലോക്കിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ്, ഒരു ബ്ലോക്കിൽ 3 യൂണിറ്റേ ഉള്ളൂ കേട്ടോ. അത് 2 ബ്ലോക്കേ ഇതിലുള്ളൂ. അപ്പോൾ അതിൽ ലാസ്റ്റ് യൂണിറ്റാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. കൂടാതെ പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവർ, പെയ്ഡ് അസൈൻമെൻറ്റ്സൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, പോവാം, ക്ലാസ്സിലേക്ക് പോവാം. മൂന്നാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് സോഫ്റ്റ്വെയർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്കതിലാദ്യം വരുന്നത് പർപ്പസ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസത്തിലെ സോഫ്റ്റ്വെയറിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസം ഒരു ഡിജിറ്റൽ വിപ്ലവം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരു ആവശ്യ ഉപകരണമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന്. ഈ മാറ്റം സൗകര്യത്തിന് അതീതമാണ്. ഇത് അടിസ്ഥാനപരമായി പഠനാനുഭവത്തെ പരിവർത്തനം ചെയ്യിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിൽ സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തുന്നത് വെറും ഒരു ഐച്ഛികമായിട്ടല്ല ചെയ്യുന്നത്, ഒരു അനിവാര്യതയായിട്ടാണ് ഇന്ന് കണക്കാക്കുന്നത്. നീഡ് സോഫ്റ്റ്വെയർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസത്തിൽ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ്. സങ്കീർണമായ ഡാറ്റ വിശകലനം കൈകാര്യം ചെയ്യുന്നതിനും ഗവേഷണ പദ്ധതികൾ കൃത്യമായും കാര്യക്ഷമമായും ഉറപ്പാക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസത്തിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ്. ഇത് സ്ഥിരമായതും പിശകില്ലാത്തതുമായ റഫറൻസ് മാനേജ്മെൻറ്റിനെ പിന്തുണക്കുന്നുണ്ട്. ഇത് അക്കാദമിക് എഴുത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ കോപ്പിയടി കണ്ടെത്താൻ ഉപകരണം, അതായത് രചനാമോഷണത്തിൻ്റെയൊക്കെ ഉപകരണങ്ങൾ വിദ്യാർത്ഥി ജോലിയുടെ മൗലികത ഉറപ്പാക്കുന്നതുകൊണ്ട് അക്കാദമിക് സമഗ്രത ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. അതിന് ചില പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ബ്രിഡ്ജിങ് ദ തിയറി പ്രാക്ടീസ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ സൈദ്ധാന്തിക വിജ്ഞാനത്തെ പ്രായോഗിക പ്രയോഗവുമായി ബന്ധിപ്പിക്കാൻ പരമ്പരാഗത അക്കാദമിക് രീതികൾ പലപ്പോഴും പാടുപെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പാഠപുസ്തകങ്ങൾ ഒരു അടിത്തറ നൽകുന്നുണ്ട്. എന്നാൽ ഗവേഷണത്തിലോ പ്രൊഫഷണൽ ക്രമീകരണങ്ങളിലോ നേരിടുന്ന യഥാർത്ഥ ലോക സങ്കീർണതകൾ ആവർത്തിക്കാൻ കഴിയില്ല. സോഫ്റ്റ്വെയർ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വിടവ്, അതായത് ആ പരമ്പരാഗത രീതിയിൽ നിന്നുള്ളൊരു മാറ്റം അവർക്ക് നികത്താൻ കഴിയും. ഇൻറ്ററാക്റ്റീവ് ലേണിംഗ് ടൂൾസ് ആണ് അടുത്തത്. ഉദാഹരണത്തിന് ഒരു ബയോളജി വിദ്യാർത്ഥിക്ക് ഒരു 3D സിമുലേഷൻ പ്രോഗ്രാമിലൂടെ മനുഷ്യകോശം പര്യവേക്ഷണം ചെയ്യാൻ കഴിയും. നേരിട്ട് വിഷ്വലൈസ് ചെയ്ത് ചെയ്യാൻ കഴിയും. സോഫ്റ്റ്വെയർ വിദ്യാർത്ഥികളെ വേരിയബിളുകൾ ഉപയോഗിച്ച് പരീക്ഷിക്കാനും വെർച്വൽ പരിസ്ഥിതിയിൽ ഫലങ്ങൾ കാണാനും പ്രാപ്തമാക്കുന്നുണ്ട്. ഇത് പാഠപുസ്തക പഠനത്തെ മെച്ചപ്പെടുത്തുന്ന പ്രായോഗിക ധാരണ നൽകുന്നു. അതായത് ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾക്കുന്നതിനേക്കാളും ഒരു 3D വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കുട്ടിക്ക് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് കേസ് പഠനങ്ങളും അനുകരണങ്ങളുമാണ്. അതായത് സോഫ്റ്റ്വെയറിന് വിവിധ വിഷയങ്ങൾക്ക് പ്രസക്തമായ യഥാർത്ഥ ലോക സാഹചര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും. ഒരു ബിസിനസ് വിദ്യാർത്ഥിക്ക് ഒരു അനുകരണ മാർക്കറ്റിംഗ് ക്യാമ്പയിന് വിശകലനം ചെയ്യാം, എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്. അതേസമയം ഒരു നിയമ വിദ്യാർത്ഥിക്ക് ഇൻറ്ററാക്റ്റീവ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിയമപരമായ വാദങ്ങൾ പരിശീലിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് മെച്ചമേതനുണ്ട് സോഫ്റ്റ്വെയറുകൾക്കുണ്ട്. ഇതാണ് അതിൻ്റെ ആവശ്യകത. ഇനി ഡെമോക്രറ്റൈസിങ് റിസർച്ച് കാപ്പബിലിറ്റീസാണ്. ഗവേഷണ ശേഷികളെ ജനാധിപത്യവൽക്കരിക്കൽ എങ്ങനെയാണുള്ളത്. സോഫ്റ്റ്വെയറിൻ്റെ ശക്തി ഗവേഷണ ശേഷികളെ ജനാധിപത്യവൽക്കരിക്കാനുള്ള അതിൻ്റെ കഴിവിലാണുള്ളത്. ഒന്ന് ഡാറ്റ വിശകലനം, R എന്നല്ലെങ്കിൽ SPSS പോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജുകൾ വിദ്യാർത്ഥികളെ ഡാറ്റ സെറ്റുകളിലേക്ക് ആഴത്തിൽ പോകാൻ അനുവദിക്കും. എന്താണെന്നുള്ളത് വിശദമായിട്ട് കുറച്ച് അവിടെ പറയുന്നുണ്ട്, അവിടെ വിശദീകരിക്കാം കേട്ടോ. അവരുടെ ഗവേഷണത്തെ അറിയിക്കുന്ന മറഞ്ഞിരിക്കുന്ന പാറ്റേണുകളും ബന്ധങ്ങളും അത് കണ്ടെത്തുന്നു. പൊളിറ്റിക്കൽ സയൻസിലെ വോട്ടിംഗ് ട്രെൻഡുകൾ വിശകലനം ചെയ്യുന്നത് മുതൽ സോഷ്യൽ സൈക്കോളജിയിലെ ഗ്രൂപ്പ് ഡൈനാമിക്സ് പര്യവേക്ഷണം ചെയ്യുന്നത് വരെയുള്ള വിഷയങ്ങളിൽ സ്വതന്ത്ര ഗവേഷണം പ്രോജക്റ്റുകൾ നടത്താൻ ഇത് വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്നുണ്ട്. ഇത് സോഫ്റ്റ്വെയറുകൾ. പിന്നെ ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളുകളാണ്. ചാർട്ടുകളും ഗ്രാഫുകളും പോലുള്ള ശ്രദ്ധേയമായ ഡാറ്റ ദൃശ്യവൽക്കരണങ്ങൾ സൃഷ്ടിക്കാൻ സോഫ്റ്റ്വെയർ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്നു. ഇനി അടുത്തത് കൾട്ടിവേറ്റിംഗ് കൊളാബറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. സഹകരണവും ആശയവിനിമയവും പ്രോത്സാഹിപ്പിക്കൽ. ഡിജിറ്റൽ യുഗം ഒരു സഹകരണ പഠന അന്തരീക്ഷം അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ സോഫ്റ്റ്വെയർ തടസ്സമില്ലാത്ത ആശയവിനിമയത്തിനും ടീം വർക്കിനും സൗകര്യമൊരുക്കുന്നുമുണ്ട്.
തത്സമയ സഹകരണ പ്ലാറ്റ്ഫോമുകളുണ്ട്. ലൊക്കേഷൻ പരിഗണിക്കാതെ തന്നെ തത്സമയം ഡാറ്റ പങ്കിടാനും കണ്ടെത്തലുകൾ ചർച്ച ചെയ്യാനും അതുപോലെ സഹായ രചയിതാവിൻ്റെ പേപ്പറുകൾ പങ്കിടാനും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഗവേഷകരെയും വിദ്യാർത്ഥികളെയും ഫാക്കൽറ്റിയെയും അനുവദിക്കുന്നുണ്ട്. ശരിയല്ലേ? നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളിപ്പോൾ സൂം മീറ്റിംഗ് അതൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന ആളുകളുമായിട്ട് നമുക്ക് ആശയങ്ങൾ കൈകാര്യം ചെയ്യാം. അപ്പോൾ അതേപോലെ നമ്മുടെ ഒരു ആശയം നമുക്ക് യൂട്യൂബിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പം ഞാൻ ചെയ്യുന്നതും അത് തന്നെയല്ലേ അല്ലേ? എത്രയോ സ്ഥലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടട്ടെ എന്നൊരു മനസ്സ് വെച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ അതേപോലെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉപകാരങ്ങൾ, അതിലെന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്, അത് തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, ഒരു സഹകരണം മനോഭാവം അവിടെ വളർത്തിയെടുക്കുന്നത് കൊണ്ടാണ്. ഇനി അതേപോലെ തന്നെ ക്ലൗഡ് സ്റ്റോറേജും ഫയൽ പങ്കിടലും. ക്ലൗഡ് അധിഷ്ഠിത സ്റ്റോറേജ് സൊല്യൂഷനുകൾ ഗവേഷണ സാമഗ്രികളും പ്രോജക്റ്റ് ഡോക്യുമെൻ്ററികളും എളുപ്പത്തിൽ പങ്കിടുന്നതിന് പ്രാപ്തമാക്കുന്നു. ക്ലൗഡ് അധിഷ്ഠിതം വലിയൊരു ജനക്കൂട്ടത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലൗഡ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പരിവേഷണം നടത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തത് റവല്യൂഷനൈസിങ് നോളജ് മാനേജ്മെൻറ്റാണ്, വിപ്ലവകരമായ വിജ്ഞാന മാനേജ്മെൻറ്റ്. ഗവേഷകരും വിദ്യാർത്ഥികളും വലിയ അളവിലുള്ള വിവരങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എല്ലാം പ്രോസസ്സ് ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നതും ബുദ്ധിമുട്ടുള്ളതാക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങളിൽ ഗവേഷണം, പേപ്പറുകൾ, ലേഖനങ്ങൾ, പുസ്തകങ്ങൾ എന്നിവയെ കൈകാര്യം ചെയ്യുന്നത് തുടർച്ചയായ വെല്ലുവിളിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് സോഫ്റ്റ്വെയർ പ്രക്രിയ പരിചയിക്കുന്നതിലൂടെ അത് എളുപ്പമാക്കാൻ കഴിയും. അതിനുള്ള ചില മാർഗ്ഗങ്ങളാണ് നമ്മളിനി അടുത്തത് പറയാൻ പോകുന്നത്. ഒന്ന് റഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറാണ്. മെൻ്റലിയും അതുപോലെ തന്നെ സോട്ടേറോയും, മെൻ്റല് ആൻഡ് സോട്ടേറോ ഇത് തുടങ്ങിയ അങ്ങനെയുള്ള ഉപകരണങ്ങൾ പഠന വിഭവങ്ങൾ സംഘടിപ്പിക്കാനും ഒരേ തരം അല്ലെങ്കിൽ അതിനെ ഓരോന്നിനെയും തരംതിരിക്കാനും കേന്ദ്ര പ്ലാറ്റ്ഫോം സംവിധാനം ചെയ്തു കൊടുക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിവിധ ഉറവിടങ്ങളിൽ നിന്നുള്ള റഫറൻസുകൾ അനായാസം ചേർക്കാനും വ്യത്യസ്ത ഉദ്ധരണി കൈകളിൽ ഗ്രന്ഥസൂചിക സൃഷ്ടിക്കാനും ഒക്കെ അവരെ സഹായിക്കുന്നു. അടുത്തത് ലേണിംഗ് റിസോഴ്സുകളാണ്. ഓൺലൈൻ ഡാറ്റാബേസുകളും ലേണിംഗ് പ്ലാറ്റ്ഫോമുകളും വിപുലമായ പഠന സാമഗ്രികൾ, പാഠപുസ്തകങ്ങൾ, വിദ്യാഭ്യാസ വിഭവങ്ങൾ എന്നീ മേഖലയിലേക്ക് അവർക്ക് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നു. ഇനി അടുത്തത് വരുന്നത് സേഫ് ഗാർഡിംഗ് അക്കാദമിക് ഇൻറ്റഗ്രിറ്റിയാണ്. അക്കാദമിക് സമഗ്രത സംരക്ഷിക്കൽ. ഡിജിറ്റൽ യുഗത്തിൽ അക്കാദമിക് സമഗ്രത നിലനിർത്തുന്നത് പരമപ്രധാനമാണ്. ടർണിറ്റിൻ പോലെയുള്ള കോപ്പിയടി കണ്ടെത്തൽ സോഫ്റ്റ്വെയർ, കോപ്പിയടി എന്ന രചനാമോഷണം കണ്ടെത്തുന്ന സോഫ്റ്റ്വെയർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി അതിൽ രചനാമോഷണം എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ പ്രോഗ്രാമുകൾ സമർപ്പിച്ച സൃഷ്ടികളെ വിശാലമായ ഓൺലൈൻ ഡാറ്റാബേസുകളുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കോപ്പിയടിയുടെ സാധ്യതയുള്ള സംഭവങ്ങൾ തിരിച്ചറിയുന്നു. ഇത് മനഃപൂർവ്വം പകർത്തുന്നത് തടയുകയും അനുചിതമായ ഉദ്ധരണി സമ്പ്രദായങ്ങളിൽ നിന്നുണ്ടാകുന്ന മനഃപൂർവ്വമല്ലാത്ത കോപ്പിയടി തിരിച്ചറിയാൻ വിദ്യാർത്ഥികളെ സഹായിക്കുകയും ചെയ്യും. ഇനി പ്രൊമോട്ടിംഗ് എത്തിക്കൽ റിസർച്ച് പ്രാക്ടീസസ്, ധാർമ്മിക ഗവേഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കലാണ്. സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഗവേഷണ പദ്ധതികൾ പഠിക്കാനും അക്കാദമിക് സമഗ്രത നിലനിർത്താനും കോപ്പിയടി കണ്ടെത്തൽ സോഫ്റ്റ്വെയർ വിദ്യാർത്ഥികളെ സഹായിക്കുന്നുണ്ട്. ഇനി ഫോറസ്റ്റിംഗ് ക്രിറ്റിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, വിമർശനാത്മക ചിന്തയും പ്രശ്നപരിഹാരവും വളർത്തലാണ്. സോഫ്റ്റ്വെയർ കാര്യക്ഷമതയ്ക്കപ്പുറം വ്യാപിക്കുന്ന ഒന്നാണ്. വിമർശനാത്മക ചിന്തയും പ്രശ്നപരിഹാര കഴിവുകളും അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സിമുലേഷൻ അല്ലെങ്കിൽ അനുകരണ സോഫ്റ്റ്വെയറുകളുണ്ട്. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ വെർച്വൽ പരിസ്ഥിതിയിൽ ഡിസൈൻ പാരാമീറ്ററുകളോ അല്ലെങ്കിൽ രോഗികളുടെ സാഹചര്യങ്ങളോ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്താൻ കഴിയും. മറ്റൊന്ന് സംവേദനാത്മക പഠന പ്രവർത്തനങ്ങളാണ്. വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറിലെ ഇൻ്ററാക്റ്റീവ് ലേണിംഗ് പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ ഇടപെടലും ധാരണയും വർദ്ധിപ്പിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയറിന് വിദ്യാർത്ഥികൾക്ക് തുറന്ന പ്രശ്നങ്ങളോ അതുപോലെ തന്നെ സിമുലേഷനുകളോ അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. ഉന്നത വിദ്യാഭ്യാസത്തിൽ സോഫ്റ്റ്വെയറുകൾ വെറുമൊരു ആഡ് ഓൺ മാത്രമായിട്ടല്ല കാണുന്നത്. പിന്നെ അതൊരു പരിവർത്തന ശക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അതിൻ്റെ ശക്തി പ്രയോജനപ്പെടും എന്നതിലൂടെ സ്ഥാപനങ്ങൾക്ക് ആഴത്തിലുള്ള ഗവേഷണം നടത്താനും അറിവ് കാര്യക്ഷമമായിട്ട് നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനുമൊക്കെ തടസ്സങ്ങളില്ലാതെ സഹകരിക്കാനുമൊക്കെ സാധിക്കും. ഇനി സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ്. ഏതൊക്കെ തരത്തിലുള്ളതാണ്? ഉന്നത വിദ്യാഭ്യാസ വൈവിധ്യമാർന്ന സോഫ്റ്റ്വെയറുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അക്കാദമിക ജീവിതത്തിൻ്റെ വിവിധ വശങ്ങൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ശാക്തീകരിക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ അക്കാദമിക് പ്രവർത്തനങ്ങളെ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സഹായിക്കുന്ന വിധത്തിൽ സോഫ്റ്റ്വെയറുകൾ വിസ്മയകരമായിട്ട് മാറിയിരിക്കുകയാണ്. ആഴത്തിലുള്ള സ്ഥിതി വിശകലനം മുതൽ തടസ്സങ്ങളില്ലാത്ത സഹകരണം, രചനാമോഷണം തടയലും വരെ പഠനാനുഭവം സമ്പന്നമാക്കുന്നതിന് സോഫ്റ്റ്വെയർ വൈവിധ്യമാർന്ന ടൂൾ കിറ്റുകൾ വാഗ്ദാനം ചെയ്യുന്നു.
ഒന്നാമത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിറ്റിക്സ് സോഫ്റ്റ്വെയറാണ്. രണ്ടാമത്തത് റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറാണ്. മൂന്നാമത്തത് രചനാമോഷണം കണ്ടെത്തുന്ന, അതായത് കോപ്പിയടി കണ്ടെത്തുന്ന സോഫ്റ്റ്വെയറുകൾ. ഇനി അതിന് ഓരോന്നിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയാൻ പോവുക. ആദ്യം സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസ്റ്റിക് സോഫ്റ്റ്വെയറാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസ്റ്റിക് സോഫ്റ്റ്വെയറുകൾ ഉന്നത വിദ്യാഭ്യാസം വസ്തുതകൾ മനഃപാഠമാക്കുന്നതിനും ഉപന്യാസങ്ങൾ എഴുതുന്നതിനും അപൂർവമായി അതായത് അതുകൊണ്ട് മാത്രം ഉന്നത വിദ്യാഭ്യാസം, അതിനപ്പുറവുമാണ് ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സംഖ്യകൾ പരിശോധിക്കുന്നത്, മറിഞ്ഞിരിക്കുന്ന പ്രവണതകളും പാറ്റേണുകളും വെളിപ്പെടുത്തുന്ന ഒരു ഫീൽഡായ ഡാറ്റാ വിശകലനത്തെക്കുറിച്ചുള്ള പഠനവുമാണ് അതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്. ഈ കണ്ടുപിടുത്തങ്ങൾ ഗവേഷണത്തിലും മറ്റ് മേഖലകളിലും കാര്യമായ പുരോഗതിയിലേക്ക് നയിക്കുകയും സങ്കീർണമായ ഡാറ്റാ സൈറ്റുകളിൽ നിന്ന് അർത്ഥം വേർതിരിച്ചെടുക്കാനും വിവരങ്ങളുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരാനും വിദ്യാർത്ഥികളെ അധ്യാപകരെയും പ്രാപ്തരാക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തത് മറിഞ്ഞിരിക്കുന്ന പാറ്റേണുകൾ കണ്ടെത്തലാണ്. അതായത് സ്ഥിതി വിവര വിശകലനം ഡാറ്റാ സൈറ്റുകളിലെ പാറ്റേണുകൾ, ട്രെൻഡുകൾ, ബന്ധങ്ങൾ എന്നിവ വെളിപ്പെടുത്താൻ സഹായിക്കും. മറ്റൊന്ന് പരികൽപ്പന പരിശോധിക്കുന്നു എന്നതാണ്. ഗവേഷണം സാധാരണയായി ഒരു ചോദ്യത്തിലോ അല്ലെങ്കിൽ അനുമാനത്തിലോ ആണ് ആരംഭിക്കുക. ഈ സിദ്ധാന്തങ്ങളെ തെളിവുകൾ പിന്തുണക്കുന്നുണ്ടോ എന്നറിയാൻ ഡാറ്റ പരിശോധിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനം നമ്മെ പ്രാപ്തമാക്കുന്നു. മൂന്നാമത്തത് സാധുവായ നിഗമനങ്ങൾ വരയ്ക്കുക അല്ലെങ്കിൽ രൂപപ്പെടുത്തുക എന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനം ഉപകഥകൾക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കും അപ്പുറത്തേക്ക് നീങ്ങാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. നാലാമത്തത് പ്രവചനങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. ചരിത്രപരമായ ഡാറ്റ വിശകലനം ചെയ്യുന്നതിലൂടെയും പാറ്റേണുകൾ തിരിച്ചറിയുന്നതിലൂടെയും ഭാവി സംഭവങ്ങൾ പ്രവചിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ ഉപയോഗിക്കാറുണ്ട്. അഞ്ചാമത്തത് വിവരമുള്ള തീരുമാനങ്ങൾ എടുക്കലാണ്. വിവിധ മേഖലകളിൽ അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഡാറ്റ വിശകലനം നിർണായകമാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ രോഗികളുടെ ഡാറ്റ വിശകലനം ചെയ്യുന്നത് രോഗനിർണയം നടത്താൻ ഡോക്ടർമാരെ മികച്ച ചികിത്സ കൊടുക്കാനും ഡോക്ടർമാരെ പ്രാപ്തരാക്കും. ആറാമത്തത് ആശയവിനിമയം കണ്ടെത്തലാണ്. സ്ഥിതിവിവര വിശകലനത്തിൽ പലപ്പോഴും ചാർട്ടുകളും ഗ്രാഫുകളും പോലെയുള്ള ഡാറ്റ ദൃശ്യവൽക്കരണ സാങ്കേതികതകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ശക്തമായ സ്ഥിതിവിവര കണക്ക് പശ്ചാത്തലമില്ലാത്തവർക്ക് പോലും സങ്കീർണമായ കണ്ടെത്തലുകൾ ആശയവിനിമയം നടത്താൻ ഈ ദൃശ്യവൽക്കരണം അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ഗവേഷകരെ സഹായിക്കുന്നുണ്ട്. ഇനി പോപ്പുലർ സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസാണ്. ജനപ്രിയമായ സ്ഥിതിവിവര സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് ഏതൊക്കെയാണ് പ്രധാനം. ആദ്യത്തേത് SPSS ആണ്. സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രങ്ങൾക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് കേട്ടോ. വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാണിജ്യ സോഫ്റ്റ്വെയർ ശക്തമായ സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലന ടൂളുകളും ഡാറ്റ വിഷ്വലൈസേഷൻ കഴിവുകളും നൽകുന്നതാണ്. ഇനി SAS ആണ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസ്റ്റ് സിസ്റ്റം. വ്യാപകമായി ഉപയോഗിക്കുന്ന മറ്റൊരു വാണിജ്യ സോഫ്റ്റ്വെയറാണ് SAS. വിപുലമായ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളുന്നു. ഒന്നിലധികം വിഷയങ്ങളിലുടനീളം സങ്കീർണമായ ഗവേഷണങ്ങൾ ആവശ്യകത ഇത് നിറവേറ്റുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ആപ്ലിക്കേഷൻ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൻ്റെ പ്രയോഗങ്ങൾ എങ്ങനെയാണത് പ്രയോഗിക്കുക എന്നുള്ളത്. ഒന്ന് സോഷ്യൽ സയൻസസിലാണ്. രാഷ്ട്രീയ മനോഭാവം, സാമൂഹിക പ്രവണതകൾ അല്ലെങ്കിൽ സാമ്പത്തിക പെരുമാറ്റം എന്നിവയെക്കുറിച്ചുള്ള സർവേ ഡാറ്റ വിശകലനം ചെയ്യും. മറ്റൊന്ന് നാച്ചുറൽ സയൻസിലാണ്, പ്രകൃതിശാസ്ത്രത്തിലാണ്. പുതിയ മരുന്നുകളുടെ ഫലപ്രാപ്തി വിലയിരുത്തുക, പരിസ്ഥിതിയുടെ ഡാറ്റ വിശകലനം ചെയ്യുക, അതല്ലെങ്കിൽ കാലാവസ്ഥാ പാറ്റേണുകൾ പഠിക്കുക എന്നതിനത് നാച്ചുറൽ സയൻസിൽ പ്രയോജനപ്പെടുന്നു. പിന്നെ ബിസിനസ്സും സാമ്പത്തികവുമായ കാര്യങ്ങളിലാണ്. വിപണി പ്രവണതകൾ പ്രവചിക്കുക, ഉപഭോക്തൃ പെരുമാറ്റ വിശകലനം ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളുടെ സ്വാധീനം വിലയിരുത്തുക എന്നതിനിത് സഹായിക്കുന്നു. ഇനി എൻഹാൻസിങ് ക്രിറ്റിക്കൽ തിങ്കിങ് തോട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിലൂടെ വിമർശനാത്മക ചിന്ത മെച്ചപ്പെടുത്തുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിൽ കേവലം അക്കങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നതിലും കൂടുതൽ ഉൾപ്പെടുന്നുണ്ട്. അക്കാദമിക ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും വിജയത്തിന് നിർണായകമായ വിമർശനാത്മക ചിന്താ കഴിവുകളും ഇത് വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ പ്രക്രിയ വിശകലനപരമായ ന്യായവാദത്തെയും പ്രശ്നപരിഹാര കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കും. ഡാറ്റ ശേഖരണത്തെയും വിശകലനത്തെയും നയിക്കുന്ന വ്യക്തമായ ഗവേഷണ ചോദ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിലൂടെ സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനം ആരംഭിക്കും. രണ്ടാമത് പറയുന്നത് തെളിവുകൾ വിലയിരുത്തലാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ വിദ്യാർത്ഥികൾ അവരുടെ കണ്ടെത്തലുകളുടെ ശക്തിയും സാധുതയും വിലയിരുത്താൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഡാറ്റ വ്യാഖ്യാനമാണ് മൂന്നാമത് വരുന്നത്. അതായത് ആവർത്തിച്ചാവർത്തി വരുന്ന അർത്ഥവത്തായ നിഗമനങ്ങളിലേക്കുള്ള സംഖ്യകൾ അത് തിരയുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മൂല്യവത്തായ ഒരു കഴിവ്. ഇതൊക്കെയാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ പ്രയോജനങ്ങളായിട്ട് കണക്കാക്കുന്നത്.
ഇനി മറ്റൊരു സോഫ്റ്റ്വെയറാണ് ആർ സോഫ്റ്റ്വെയർ. ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ കേട്ടോ. ആർ എന്നത് 2 പ്രധാന ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് ഗ്രാഫിക്കൽ സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. ആറ് ഭാഷയും ഒരു റൺ ടൈം എൻവയോൺമെൻറ്റും അല്ലെങ്കിൽ പരിസ്ഥിതിയും ഒരു വ്യാഖ്യാന ഭാഷ എന്ന നിലയിൽ ഉപയോക്താക്കൾ ഒരു കമാൻഡ് ലൈൻ ഇൻ്റർപ്രറ്റർ വഴി ആറുമായിട്ട് സംവദിക്കുന്നുണ്ട്. അപ്പോൾ പൈത്തൺ, ജാവ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പൈത്തൺ, ജാവ തുടങ്ങിയ പൊതു ഉദ്ദേശ പ്രോഗ്രാമിംഗ് ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിങ്ങിനും വിശകലനത്തിനുമായിട്ട് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഡൊമെയിൻ നിർദ്ദിഷ്ട ഭാഷ ആണിത് ആർ എന്ന് പറയും. ഡൊമെയിൻ നിർദ്ദിഷ്ട ഭാഷ എന്ന് പറയുമ്പോൾ ഡൊമെയിൻ സ്പെസിഫിക് ലാംഗ്വേജ് കേട്ടോ, അതാണ് DSR എന്ന് പറയും. അതാണ് ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൽഫലമായി ഡാറ്റ വിഷ്വലൈസേഷൻ, വിശകലനം, മോഡലിംഗ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് വിപുലമായ പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വിവിധ ഡാറ്റ സയൻസ് ടാസ്കുകൾക്കായി ആർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നിരവധി ആഡ് ഓണുകളും മൊഡ്യൂളുകളും അതിൻ്റെ ഗ്രാഫിക്കൽ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. 1990കളുടെ തുടക്കത്തിൽ ഓസ്കലൻഡ് സർവകലാശാലയിലെ സ്റ്റാറ്റിസ്റ്റീഷ്യന്മാരായ റോസ് ഇഹാക്ക അതുപോലെ റോബർട്ട് ജെന്റിൽമാൻ, ആരൊക്കെയാണ്? റോസ് ഇഹാക്ക, റോബർട്ട് ജെന്റിൽമാൻ, ഇവർ ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം ഭാഷ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഇവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എന്ന നിലക്കാണ് ഇതിന് ആർ എന്ന് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇതിൻ്റെ പിൻഗാമിയായിട്ട് വന്നതാണ് എസ് പിൻഗാമിയായിട്ട് വന്നതുമാണ്. അപ്പോൾ ആ എസിൻ്റെ തുടർച്ച എന്നുള്ള രൂപത്തിലും ഈ 2 ആളുകളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എന്ന നിലക്കുമാണ് ആ സോഫ്റ്റ്വെയറിന് ആർ എന്ന പേര് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ആറിൻ്റെ ഔദ്യോഗിക പതിപ്പ് 2000 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങി. ആർ എന്ന പേര് ഇതിൻ്റെ സൃഷ്ടാക്കളുടെ പറഞ്ഞല്ലോ ആദ്യത്തെ അക്ഷരവും മുൻഗാമിയായ എസിനോടുള്ള ആദരവുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇനി യൂസസ് ഓഫ് ആർ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസത്തിൽ ആറിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ആറ് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഒരു ശക്തി കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ന്. ചില പ്രധാന ഉപയോഗങ്ങൾ അതിനുണ്ട്. എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ നോക്കാം. ആഴത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിന് ഉപയോഗിക്കും. രണ്ടാമത്തത് ഡാറ്റ പര്യവേക്ഷണം ചെയ്യാനിത് ഉപയോഗിക്കും. മൂന്നാമത് ഇഷ്ടാനുസൃതമാക്കലും വഴക്കമുണ്ടാക്കുന്നതിനും, അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാനും ഒരു വഴക്കം അതിലുണ്ടാക്കുന്നതിനും ഇത് ഉപകരിക്കും. മറ്റൊന്ന് ഇതിലിപ്പോൾ ഡാറ്റ പര്യവേക്ഷണ ആഴത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനത്തിൻ്റെ ഭാഗമാണ്. ഇഷ്ടാനുസൃതമാക്കലും വഴക്കത്തിൻ്റെയും ഭാഗമാണ് പാക്കേജ് വികസനം, അതുപോലെ പൊരുത്തപ്പെടുത്തൽ, അല്ലെങ്കിൽ എന്താണ് പറയുക, അഡാപ്റ്റബിലിറ്റി എന്ന് പറയും, അതിനെ പൊരുത്തപ്പെടുത്തൽ. ഇനി മൂന്നാമത്തതാണ് സഹകരണവും അറിവ് പങ്കിടലും. അത് വരുന്നത് ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ രൂപീകരിച്ചുകൊണ്ടൊരു സഹകരണം വളർത്തിയെടുക്കും. ആറതിന് ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഗവേഷണം, നടത്തിയ ഗവേഷണത്തെ വീണ്ടും നമുക്കൊന്നുകൂടി ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ അതിനും സഹായകമാണ്. നാലാമത് പറയുന്നത് പഠനസ്ഥിതി വിവര കണക്കുകൾക്കുള്ള വിദ്യാഭ്യാസ ഉപകരണമാണ് ആറെന്ന്. അതിൽ ഡാറ്റ ദൃശ്യവൽക്കരണം വരുന്നുണ്ട്, പ്രായോഗിക അനുഭവം ഉൾപ്പെടുന്നുണ്ട്, റിയൽ വേൾഡ് ഡാറ്റ സൈറ്റുകൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആർ എന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ മാത്രമല്ല, ഗവേഷണത്തിനും പഠനത്തിനുമുള്ള ശക്തമായ വേദിയാണ്. ഒപ്പം അത് സഹകരണവും പ്രദാനം ചെയ്യുന്നുണ്ട്. ഇനി ഫീൽഡ് ആൻഡ് ഇൻഡസ്ട്രീസ് യൂസിങ് ആർ, അതായത് ആർ ഉപയോഗിക്കുന്ന ഫീൽഡുകളും വ്യവസായങ്ങളും ഏതൊക്കെയാണ്? ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ. ഡാറ്റ വിശകലനം, ദൃശ്യവൽക്കരണം, മോഡലിംഗ് എന്നിവയിലെ ആറിൻ്റെ കഴിവുകൾ വിവിധ വ്യവസായങ്ങളിൽ അതിനെ വിലപ്പെട്ടതാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു അക്കാദമിയ അല്ലെങ്കിൽ പറഞ്ഞാൽ വിവിധ മേഖലകളിലെ അളവ് ഗവേഷണത്തിന് വേണ്ടിയിട്ട് നിരവധി അക്കാദമിക് സ്ഥാപനങ്ങളിൽ പ്രോഗ്രാം ഭാഷയായിട്ട് ആറ് പ്രബലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഡാറ്റ സയൻസിലുണ്ട്. ഘടനാപരമായതും ഘടനയില്ലാത്തതുമായ ഡാറ്റ മോഡലിംഗ് ചെയ്യുന്നതിനും വിശകലനം ചെയ്യുന്നതിനും മെഷീൻ ലേണിങ്ങിനുമൊക്കെ ആർ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. പിന്നെ സ്ഥിതിവിവര കണക്കുകളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജുകളുടെ ശ്രേണി കൂടാതെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനുകൾ ഉൾപ്പെടുന്ന സോഫ്റ്റ്വെയർ ടൂളുകൾ വികസിപ്പിക്കുന്നതിൽ ആറിനൊരു വിശാലമായ പിന്തുണ നൽകാൻ കഴിയും. ഇനി ധനകാര്യ മേഖലയിലുണ്ട്. എങ്ങനെയാണ്? റിസ്ക് വിശകലനം, സാമ്പത്തിക റിപ്പോർട്ടിംഗ്, നിക്ഷേപ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്നിവയിലും അതിലേറെ ആറിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ അതിൻ്റെ ഡാറ്റ വിശകലന ശേഷിയും ക്രെഡിറ്റിനുള്ള ധനകാര്യത്തിൽ അതിനെ ജനപ്രിയമാക്കി മാറ്റുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലുണ്ട് അതിൻ്റെ പങ്ക്.
മെറ്റ, ഫേസ്ബുക്ക്, ഇൻ്റർനെറ്റ് തുടങ്ങിയ മെറ്റ, ടിക്ടോക്ക് എന്നിവ പോലുള്ള സോഷ്യൽ മീഡിയ കമ്പനികൾ ഉപയുക്ത ഡാറ്റയിൽ നിന്ന് സ്ഥിതിവിവര കണക്കുകൾ എക്സിക്യൂട്ട് ചെയ്യാനും ടാർഗറ്റ് ചെയ്ത പരസ്യവും ഉള്ളടക്കവും നൽകുന്ന അൽഗോരിതം നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയാസിലും എന്തിൻ്റെ ഉപയോഗമുണ്ട്? എന്ന സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗമുണ്ട്. അപ്പോൾ ആറിൻ്റെ ശക്തമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ഗ്രാഫിക്കൽ കഴിവുകളിലൂടെ ഗവേഷണം, വിശകലനം, തീരുമാനമെടുക്കൽ എന്നിവ പിന്തുണക്കുന്ന വിവിധ മേഖലകളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ ആറിന് കഴിയുന്നുണ്ട്. ഇനി റഫറൻസ് മാനേജ്മെൻറ്റാണ്. റഫറൻസ് മാനേജ്മെൻറ്റ് ഗവേഷണ പ്രബന്ധങ്ങൾ, ലേഖനങ്ങൾ, പുസ്തകങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിലൊരു വലിയ കടമയാണ്. ഇവിടെയാണ് റഫറൻസ് മാനേജ്മെൻറ്റ് വിലമതിക്കാനാവാത്ത ഒന്നായിട്ട് മാറുന്നത്. റഫറൻസ് മാനേജ്മെൻറ്റിൽ ഗവേഷണ സാമഗ്രികൾ ഉദ്ധരിച്ച് വ്യവസ്ഥാപിതമായിട്ട് ശേഖരിക്കൽ, സംഘടിപ്പിക്കൽ, സംഭരിക്കൽ എന്നിവ ഉൾപ്പെടുന്നു. ഇനി ഈ പ്രത്യേക സോഫ്റ്റ്വെയർ ടൂളുകളെ ആശ്രയിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. റഫറൻസ് മാനേജ്മെൻറ്റിൽ റഫറൻസുകൾ ചേർക്കണം ഒന്നാമത് ചെയ്യുന്നത്. ഓൺലൈൻ ഡാറ്റാബേസുകൾ, ലൈബ്രറി കാറ്റലോഗുകൾ, PDF എന്നിങ്ങനെയുള്ള വിവിധ ഉറവിടങ്ങളിൽ നിന്നുള്ള റഫറൻസുകളെ നേരിട്ട് സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തും. രണ്ടാമത് റഫറൻസുകൾ സംഘടിപ്പിക്കലാണ്. അതായത് വിഷയങ്ങളെ രചയിതാക്കൾ അല്ലെങ്കിൽ പ്രസിദ്ധീകരണ തീയതികൾ എന്നിവ അടിസ്ഥാനമാക്കി റഫറൻസുകൾ തരംതിരിക്കുകയും ടാഗ് ചെയ്യുകയും ചെയ്യും. മൂന്നാമത്തത് ഗ്രന്ഥസൂചികൾ സൃഷ്ടിക്കൽ, ബിബ്ലിയോഗ്രാഫി പറയില്ലേ നമ്മൾ. വിവിധ ജേണലുകൾക്കോ അക്കാദമിക് വിഷയങ്ങൾക്കോ ശരിയായ ഫോർമാറ്റിംഗ് ഉറപ്പാക്കിക്കൊണ്ട് വ്യത്യസ്ത ഉദ്ധരണി ശൈലികളിൽ അനായാസമായിട്ട് ഗ്രന്ഥസൂചികകൾ സൃഷ്ടിക്കുന്നു. ഇനിയൊന്ന് ഉദ്ധരണി മാനേജ്മെൻറ്റാണ്. നമ്മുടെ റഫറൻസ് ലിസ്റ്റ് നമ്മുടെ റഫറൻസ് ലിസ്റ്റ് മാറുമ്പോൾ സ്വമേധയാ ഉള്ള അപ്ലോഡുകൾ സഹിതം എഴുതുമ്പോൾ നമ്മുടെ പ്രമാണങ്ങളിലേക്ക് ഇൻടെക്സ്റ്റ് അവലംബങ്ങൾ സുഗമമായിട്ട് കടന്നു വരുന്നു. ഇനി റഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് സമയം ലാഭിക്കാമെന്നുള്ളത്. മറ്റൊന്ന് ഓർഗനൈസ്ഡ് ആയിട്ടത് തുടരും. പിന്നെ സ്ഥിരത നിലനിർത്തുകയും ചെയ്യും. സഹകരണം സുഗമമാക്കും. ഇതൊക്കെയാണ്. അപ്പം എന്താണ്? സമയലാഭം, ഓർഗനൈസ്ഡായിട്ട് തുടരുന്നു, സ്ഥിരത നിലനിർത്തുന്നു, സമയം ലാഭിക്കാം. ഇതൊക്കെയാണ്. സഹകരണം സുഗമമാക്കുന്നു കേട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ പ്രയോജനങ്ങൾ. ഇനി പോപ്പുലർ റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഓപ്ഷൻസാണ്. ജനപ്രിയ റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഓപ്ഷനുകൾ ഏതൊക്കെയാണ്? ഒന്ന് മെൻ്റലി എന്ന് പറയും. ഗവേഷകരെ അവരുടെ ഗവേഷണം സംഘടിപ്പിക്കാനും മറ്റുള്ളവരുമായി ഓൺലൈനിൽ സഹകരിക്കാനും അവരുടെ രേഖകളിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ കണ്ടെത്താനും സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു റഫറൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറും അക്കാദമിക് സോഷ്യൽ നെറ്റ്വർക്കുമാണ് ഇത് മെൻ്റലി എന്ന് പറയുന്നത്. 2008 ആരംഭിച്ച മെൻ്റലി ഗവേഷണ പേപ്പറുകൾ കൈകാര്യം ചെയ്യാനും പങ്കിടാനും ഗവേഷണ ഡാറ്റ കണ്ടെത്താനും ഓൺലൈൻ രീതിയിലൂടെ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാനും ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്നുണ്ട്. എഴുത്തും പ്രസിദ്ധീകരണ പ്രക്രിയകളും കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ട് വിവിധ ശൈലികളിൽ ഉദ്ധരണികളും ഗ്രന്ഥസൂചികളും സൃഷ്ടിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. റഫറൻസ് മാനേജ്മെൻറ്റ് വാഗ്ദാനം ചെയ്യും. മെൻ്റലി റഫറൻസ് മാനേജ്മെൻറ്റിൽ വരുന്ന മെൻ്റലി അത് വാഗ്ദാനം ചെയ്യും. പിന്നെ മറ്റൊരു റഫറൻസ് മാനേജ്മെൻറ്റാണ് ZOTERO എന്ന് ZOTERO എന്ന് പറയും കേട്ടോ. ഗവേഷകരെയും വിദ്യാർത്ഥികളെയും അക്കാദമിക് വിദഗ്ധരെയും അവരുടെ ഗവേഷണ സാമഗ്രികൾ സംഘടിപ്പിക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ഒരു സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് റഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറാണ് ZOTERO. ഇതൊക്കെ പറഞ്ഞാൽ ചില വാക്കുകൾ നമുക്ക് അങ്ങനെ തന്നെ ഇംഗ്ലീഷ് എഴുതേണ്ടതായിട്ട് വരും. അതിൽ എനിക്ക് മാർക്ക് കുറയൊന്നുമില്ല ഈ ഒരു സബ്ജക്റ്റിൽ കേട്ടോ. മറ്റുള്ളതിലല്ല എന്ന് വെച്ചാൽ എല്ലാത്തിലും അങ്ങനെ എഴുതാനും പറ്റില്ല. ഇതിൽ നമുക്കിതല്ലാതെ വേറെ രക്ഷയില്ല കേട്ടോ. ഡിജിറ്റൽ സ്കോളർഷിപ്പിന് വേണ്ടി കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്തതാണ് ZOTERO എന്ന് പറയുന്നത് കേട്ടോ. ഇത് മൈക്രോസോഫ്റ്റ് വേർഡ്, ഗൂഗിൾ ഡോക്സ് പോലെയുള്ള വേർഡ് പ്രോസസ്സറുമായിട്ട് പരിധികളില്ലാതെ സംയോജിപ്പിക്കുന്നുണ്ട്. കൂടാതെ വിവിധ അവലംബ ശൈലികളിൽ സ്വമേധയാ ഉള്ള ഉദ്ധരണി സൃഷ്ടിക്കലും ഗ്രന്ഥസൂചിക സൃഷ്ടിക്കലും ഇത് സാധ്യമാക്കുന്നുണ്ട്. ഇനി ഒന്നാണ് എൻഡ് നോട്ട് എന്ന് പറയും. എൻഡ് നോട്ട് വലിയ ഗവേഷണ ശേഖരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വിപുലമായ ഫീച്ചറുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു വാണിജ്യ റഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറാണ് എൻഡ് നോട്ട് എന്ന് പറയുന്നത്. ഗവേഷണ പേപ്പറുകൾ, തീസീസുകൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ഗ്രന്ഥസൂചികകളും റഫറൻസുകളും സംഘടിപ്പിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് സഹായകമായിട്ടുള്ള ഒന്നാണ് എൻഡ് നോട്ട്. അതിൻ്റെ ഈ എൻഡ് നോട്ടിൻ്റെ ശക്തമായ സവിശേഷതകൾ ഉദ്ധരണി സമ്പ്രദായങ്ങളിൽ സ്ഥിരതയും കൃത്യതയും ഉറപ്പാക്കാനും സമയം ലാഭിക്കാനും അക്കാദമിക് എഴുത്തിലെ പിശകുകളുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്.
വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും റഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ. അതിൻ്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നമുക്ക് സമയം ലാഭിക്കാനും ഓർഗനൈസേഷനായിട്ട് തുടരാനും നമ്മുടെ ഉദ്ധരണികളുടെ കൃത്യതയും സ്ഥിരതയും ഉറപ്പാക്കാനും കഴിയും. ഇനി മെൻ്റലി ഫോർ റെഫറൻസ് മാനേജ്മെൻറ്റ്. ഒരു റെഫറൻസ് മാനേജ്മെൻറ്റായിട്ട് മെൻ്റലി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള പോരായ്മകളൊന്നുമില്ലെങ്കിലും നമ്മുടെ റെഫറൻസുകൾക്കായി കാര്യക്ഷമമായിട്ട് സംഘടിപ്പിക്കാനും ഫോർമാറ്റ് ചെയ്യാനും മെൻ്റലിക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. ഒരു PDF വലിച്ചിടുമ്പോൾ ചിലപ്പോൾ ഡാറ്റ തെറ്റാണ്, അല്ലെങ്കിൽ മാനുവൽ എഡിറ്റിംഗ് ആവശ്യമാണ് എന്നൊക്കെ വരാറുണ്ട്. ഇടയ്ക്കിടെ ശീർഷകം, രചയിതാവ് മുതലായവ പോലുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിന് മെൻ്റലിയിലേക്ക് നമ്മൾ പറയില്ലേ, സേവ് ടു മെൻ്റലി എന്ന് പറയില്ല, അതാണ് കേട്ടോ. മെൻ്റലിയിലേക്ക് സംരക്ഷിക്കുക എന്ന് മലയാളം എഴുതിയാൽ അത് അർത്ഥം ശരിയാവില്ല. സേവ് ടു മെൻ്റലി എന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ അതിലേക്ക് അകപ്പെടും. മുൻഗണന അനുസരിച്ച് നമ്മൾ ഈ ഫോൾഡറുകളുടെ ടാഗുകളോ ഉപയോഗിച്ച് നമ്മുടെ റെഫറൻസ് സ്കിറ്റുകൾ നമുക്ക് ക്രമീകരിച്ച് സൂക്ഷിക്കാൻ കഴിയും. മെൻ്റലി ഡെസ്ക് ടോപ്പിനുള്ളിൽ PDF-കളിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ഈ വ്യാഖ്യാനങ്ങൾ തിരയാൻ കഴിയില്ല എന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ അത് കഴിയില്ല മെൻ്റലിയിൽ എന്നുള്ളൊരു പ്രത്യേകതകൾ കൂടിയുണ്ട്. PDF-കൾ ചിത്രങ്ങളാണെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ഉപയോഗിച്ച് OCR എന്ന് പറയുന്ന ഒരു മാർഗ്ഗം ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. മെൻ്റലി റെഫറൻസുകളും ഗവേഷണ ഡാറ്റയും സംഭരിക്കാനും ഓർഗനൈസ് ചെയ്യാനും ശ്രദ്ധിക്കാനും പങ്കിടാനും ഉദ്ധരിക്കാനും സഹായിക്കുന്ന ഒരു സ്വതന്ത്ര റെഫറൻസ് മാനേജ്മെൻറ്റ് ആണ്. ഗ്രന്ഥസൂചികൾ സ്വമേധയാ സൃഷ്ടിക്കപ്പെടുന്നതിൽ ഓൺലൈൻ മറ്റ് ഗവേഷകരുമായിട്ട് എളുപ്പത്തിൽ സഹകരിക്കാൻ കഴിയും. അതുപോലെ മറ്റ് ഗവേഷണ സോഫ്റ്റ്വെയറുകളിൽ നിന്ന് അനായാസമായിട്ട് പേപ്പറുകൾ ഇറക്കുമതി എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ വായനാ സാമഗ്രികളുടെ അടിസ്ഥാനത്തിൽ പ്രസക്തമായ പേപ്പറുകൾ കണ്ടെത്താൻ കഴിയും. ഓൺലൈനിൽ എവിടെ നിന്നും നമ്മുടെ പേപ്പറുകൾ ആക്സസ് ചെയ്യാനും കഴിയുമെന്നത് മെൻ്റലിയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മെൻ്റലി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അക്കൗണ്ട് സൃഷ്ടിക്കേണ്ടതുണ്ട് അതിൽ. അതൊക്കെയാണ് അതിൽ കാര്യമായിട്ട് നമ്മൾ മെൻ്റലിയിൽ ചെയ്യേണ്ടത്. ഇനി ആഡിങ് റെഫറൻസ് ടു യുവർ ലൈബ്രറി എന്നാണ്. നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് റെഫറൻസുകൾ എങ്ങനെ ചേർക്കുന്നു എന്നുള്ളത്. അതുമ്പോൾ ഒരു മാനുവൽ എൻട്രി വേണം. പിന്നെ വെബ് പോർട്ടലിലേക്ക് അതിനാക്കണം. PDF-ൽ നിന്ന് അതിനെ ഇറക്കുമതി ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇനി ഓർഗനൈസിങ് യുവർ റെഫറൻസ്. നമ്മളുടെ റെഫറൻസുകൾ എങ്ങനെ സംഘടിപ്പിക്കും. ഇപ്പോൾ ഗ്രൂപ്പുകളിലുണ്ട്. എളുപ്പത്തിൽ വീണ്ടെടുക്കുന്നതിന് വിഷയം, പ്രോജക്റ്റ് അല്ലെങ്കിൽ കോഴ്സ് എന്നിവ പ്രകാരം നമ്മുടെ റെഫറൻസുകളെ നമ്മൾ തരംതിരിക്കാൻ മെൻ്റലിയിലെ ഫോൾഡറുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ നമ്മൾ സൃഷ്ടിക്കും. എന്നിട്ട് ടാഗുകളാക്കും. കൂടുതൽ വർഗീകരണത്തിനും കൂടുതൽ അതുപോലെ ഗ്രാനുലർ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ചെറിയ കണിക പോലെ ആക്കി ചെറിയ രൂപത്തിലാക്കി മാറ്റാനും ഒരു ഓർഗനൈസേഷനും അതുപോലെ കീവേഡോ ലേബലുകളോ അല്ലെങ്കിൽ ടാഗുകളോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ജനറേറ്റിംഗ് ബിബ്ലിയോഗ്രഫി. ഗ്രന്ഥസൂചികകൾ എങ്ങനെ സൃഷ്ടിക്കാം. ഉദ്ധരണി ശൈലി വേണം ആദ്യം. അസൈൻമെൻറ്റിനോ ഗവേഷണ പേപ്പറിനോ അനുയോജ്യമായൊരു ഉദ്ധരണി ശൈലി തിരഞ്ഞെടുക്കണം. പിന്നെ ഗ്രന്ഥസൂചിക സൃഷ്ടിക്കണം. ഉദ്ധരണി ശൈലി തിരഞ്ഞെടുത്ത ശേഷം ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ ഗ്രന്ഥസൂചിക ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. പിന്നെ മൂന്നാമതായിട്ട് എക്സ്പോർട്ട് ഓപ്ഷനുകളാണ്. എക്സ്പോർട്ട് ഓപ്ഷനുകൾ എന്ന് പറഞ്ഞാൽ വേർഡ് ഡോക്യുമെൻറ്റ്, അതുപോലെ പ്ലെയിൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ RIS ഫോർമാറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് റെഫറൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറുമായിട്ട് പൊരുത്തപ്പെടുത്തുന്ന വിവിധ ഫോർമാറ്റുകളിൽ നമ്മുടെ ഗ്രന്ഥസൂചിക എക്സ്പോർട്ട് ചെയ്യണം. ഇനി ഉദ്ധരണി മാനേജ്മെൻറ്റ്, സിറ്റേഷൻ മാനേജ്മെൻറ്റ്, ഉദ്ധരണി മാനേജ്മെൻറ്റ്. മെൻ്റലി ഡെസ്ക്ടോപ്പ് പ്ലഗിൻ ഓപ്ഷണലാണ്. ഒന്നാമത്തത് നമ്മുടെ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് മെൻ്റലി പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ അത് മെൻ്റലി ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പേപ്പർ എഴുതുമ്പോൾ ഒരു ഇൻടെക്സ്റ്റ് ഒരു അവലംബം നമ്മൾ ചേർക്കണം. പിന്നെ എന്ത് ചെയ്യണം, നമ്മുടെ റെഫറൻസുകൾ ചേർക്കുമ്പോൾ നീക്കം ചെയ്യുമ്പോഴോ നമ്മുടെ ഗ്രന്ഥസൂചിക യാന്ത്രികമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ മെൻ്റലി സൈറ്റ് ഓപ്ഷണലാണ്. നമ്മുടെ സ്ഥാപനം ആക്സസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഉദ്ധരണികൾ ചേർക്കാനും ഗ്രന്ഥസൂചികകൾ സൃഷ്ടിക്കാനും നമ്മെ അനുവദിക്കുന്ന ഒരു വെബ് അധിഷ്ഠിത ഉപകരണമാണ് മെൻ്റലി സൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അഡീഷണൽ ഫീച്ചേഴ്സാണ്, അധിക സവിശേഷതകൾ. ഇതിൻ്റെ മെൻ്റലിയുടെ അധിക സവിശേഷതകൾ. ഒന്ന് PDF വ്യാഖ്യാനം ചെയ്യാം, മറ്റൊന്ന് സഹകരണം ഉറപ്പാക്കാൻ കഴിയും. ഇതൊക്കെയാണ് മെൻ്റലിയുടെ അധിക ഫീച്ചേഴ്സുകളായിട്ട് കാണുന്നത്. ഇനി നമുക്കടുത്തത് പ്ലാഗിയാരിസം ചെക്കിംഗ് സോഫ്റ്റ്വെയർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോപ്പിയടി അല്ലെങ്കിൽ രചനാമോഷണം പരിശോധിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ.
ഇങ്ങനെയാണ് അതിൻ്റെ ഉത്ഭവം എന്ന് ആദ്യം പറയുന്നത്. തട്ടിക്കൊണ്ടുപോകൽ എന്നർത്ഥം വരുന്ന പ്ലഗിരിയസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പ്ലഗിയറിസം എന്ന പദം ഉത്ഭവിച്ചത്. മറ്റൊരു എഴുത്തുകാരൻ്റെയോ കലാകാരൻ്റെയോ സൃഷ്ടികൾ ശരിയായ അവലംബമോ ക്രെഡിറ്റോ ഇല്ലാതെ ആരെങ്കിലും ഉപയോഗിക്കുമ്പോൾ കോപ്പിയടി സംഭവിക്കും. ഈ ബൗദ്ധിക, അതായത് ബുദ്ധിപരമായ സ്വത്ത് മോഷണം അല്ലെങ്കിൽ ബുദ്ധിപരമായ വഞ്ചന എന്ന കോപ്പിയടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. യഥാർത്ഥ സൃഷ്ടാവിനെ ക്രെഡിറ്റ് ചെയ്യാതെ എഴുത്തിൻ്റെയോ കലാസൃഷ്ടിയുടെയോ ഭാഗങ്ങൾ സംയോജിപ്പിച്ചാലും അതും എന്താണ്, അതും ഒരു കോപ്പിയടി തന്നെ. ഏതെങ്കിലും ഭാഗം എടുത്തിട്ടുണ്ടെങ്കിലും അതും എന്താണ്, അതും ഒരു കോപ്പിയടിയാണ്. ഇന്ന് കോപ്പിയടി ഉള്ളടക്കം തിരിച്ചറിയുന്നത് എളുപ്പമാക്കാൻ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട മിക്ക കോപ്പിയടി കണ്ടെത്തൽ സോഫ്റ്റ്വെയറുകളും ഗൂഗിള്, ബിങ്, യാഹൂ പോലെയുള്ള തിരയൽ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മെറ്റീരിയലിനെ നമ്മൾ പ്രസിദ്ധീകരിച്ച കൃതികളുമായിട്ട് താരതമ്യം ചെയ്യാൻ, വെബ് ക്രോളിങ്ങിനായിട്ട് മറ്റുള്ളവർ കോപ്പി അടിക്കപ്പെട്ട വാചകം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കേസുകളുടെ വിപുലമായ ലൈബ്രറികൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാഗിയാരിസമാണ്. പ്ലാഗിയാരിസത്തിൻ്റെ വിവിധ, അല്ലെങ്കിൽ കോപ്പിയടിയുടെ വിവിധ, രചനാമോഷണത്തിൻ്റെ വിവിധ തരങ്ങൾ. ഒന്നാമത്തത് നേരിട്ടുള്ള കോപ്പിയടി, ഡയറക്റ്റ് പ്ലാഗിയാരിസം. ശരിയായ അവലംബമോ ക്രെഡിറ്റോ ഇല്ലാതെ ഒരാൾ മറ്റൊരാളുടെ സൃഷ്ടി പകർത്തുമ്പോൾ അതാണെന്ത്, നേരിട്ടുള്ള കോപ്പിയടി. രണ്ടാമത്തത് മൊസൈക്ക് പ്ലാഗിയാരിസം, മൊസൈക്ക് കോപ്പിയടി. മൊസൈക്ക് കോപ്പിയാരിസം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരു എഴുത്തുകാരൻ ശരിയായ ഉദ്ധരണികളില്ലാതെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ശൈലികളോ ആശയങ്ങളോ വാക്യങ്ങളോ കടമെടുത്ത് അവയെ സംയോജിപ്പിച്ച് ഒരു പുതിയ വാചകം സൃഷ്ടിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് മൊസൈക്ക് കോപ്പിയടി എന്ന് പറയുന്നത്. എഴുത്തുകാരൻ്റെ സ്വന്തം ആശയങ്ങളെയും സംവാദങ്ങളെയും തെറ്റായി പ്രതിനിധീകരിക്കുന്നതിലേക്ക് നയിക്കുന്ന ബൗദ്ധിക സത്യസന്ധതയുടെയും സമഗ്രതയുടെയും തത്വങ്ങൾ ലംഘിക്കുന്നതുകൊണ്ട് മൊസൈക്ക് കോപ്പിയടി ഗുരുതരമായ അക്കാദമിക് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി മറ്റൊന്നാണ് ആക്സിഡൻ്റൽ പ്ലാഗിയാരിസം, ആകസ്മികമായ കോപ്പിയടി. ആരെങ്കിലും അശ്രദ്ധമായിട്ട് തെറ്റായി ഉദ്ധരിക്കുകയോ അല്ലെങ്കിൽ ഉദ്ധരണി ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ മറക്കുന്നത് പോലെയുള്ളൊരു ഉറവിടം ശരിയായിട്ട് ഉദ്ധരിക്കുകയോ അതിൽ പരാജയപ്പെടുകയോ ചെയ്യുമ്പോഴും ഇത് സംഭവിക്കും. അതത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല എന്നുള്ളത്. പിന്നെ സെൽഫ് കോപ്പിയാരിസം അല്ലെങ്കിൽ സെൽഫ് പ്ലാഗിയാരിസം. പ്രൊഫസറുടെ അനുമതിയില്ലാതെ സ്വന്തം മുൻകൃതികൾ വീണ്ടും ഉപയോഗിക്കുന്നത് സ്വന്തം കൊള്ളയടിയാണ്. അപ്പോൾ മൊസൈക്ക് സ്വയം കൊള്ളയടിയും, അക്കാദമിക രചനയിൽ മൊസൈക്ക് കൊള്ളയടിയും സ്വയം കൊള്ളയടിയും സാധാരണ സംഭവിക്കുന്ന ഒന്നാണ്. ഇനി പാരാഫ്രൈസിങ് പ്ലാഗിയാരിസം, പാരാഫ്രൈസിങ് കോപ്പിയടി എന്ന് പറയും. ആരെങ്കിലും മറ്റൊരാളുടെ സൃഷ്ടിയെ പരാവർത്തനം ചെയ്യുകയോ ഉറവിടം ഉദ്ധരിക്കാതെ അത് തൻ്റേതായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണിത്. ഇനി ടൈപ്സ് ഓഫ് പ്ലാഗിയാരിസം അനാലിസിസ്, കോപ്പിയടി വിശകലനത്തിൻ്റെ തരങ്ങളാണ്. ഒന്ന് കീവേഡ് വിശകലനം. ഈ രീതിയെ അടിസ്ഥാന തിരയൽ എഞ്ചിനോട് സാമ്യമുള്ളതാക്കി മാറ്റും. രണ്ടാമത്തത് പദാവലി വിശകലനം, ഫ്രേസ് അനാലിസിസ് എന്ന് പറയും. ഈ രീതി ഒരേ പദക്രമമുള്ള ശൈലികൾക്ക് വേണ്ടി തിരയും, കൂടാതെ അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പോലെയുള്ള സംക്രമണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. മൂന്നാമത്തത് കണ്ടൻറ്റ് മാച്ചിങ് അനാലിസിസാണ്, ഉള്ളടക്ക പൊരുത്തപ്പെടുത്തൽ വിശകലനം. ഈ വിശകലനം വാക്യഘടനയിലും എഴുത്തു ശൈലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ്. നാലാമത്തത് ശകലങ്ങൾ പൊരുത്തപ്പെടുത്തൽ വിശകലനമാണ്, എന്ന് വെച്ചാൽ ഫ്രാഗ്മെൻറ്റ്സ് മാച്ചിങ് അനാലിസിസാണ്. അതായത് ഫിംഗർ പ്രിൻ്റ് വിശകലനം എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ രീതിയിൽ മറ്റ് ഉള്ളടക്കവുമായി പൊരുത്തപ്പെടുന്ന നമ്മുടെ വാചകത്തിൻ്റെ ശകലങ്ങൾക്ക് വേണ്ടി തെരച്ചിലാണ് നടത്തുക. ഇനി ചെറിയ മാറ്റങ്ങൾ വരുത്തി ഈ രീതി നമുക്ക് പൊരുത്തപ്പെടുത്താൻ കഴിയും, ഈ ലാസ്റ്റ് പറഞ്ഞ ഒരു കോപ്പിയടിയെ. നമുക്ക് പ്ലാഗിയാരിസം ചെക്കേഴ്സ് ആർ വാല്യുവബിൾ ടൂൾസ് ഇൻ ദ റൈറ്റിംഗ് പ്രോസസ് ബിക്കോസ്. എഴുത്ത് പ്രക്രിയയിലെ വിലപ്പെട്ട ഉപകരണങ്ങളാണ് കോപ്പിയടി ചെക്കർമാർ. അതിനുള്ള കാരണങ്ങൾ നോക്കുക. ഫസ്റ്റ് പറയുന്നു, സമാനതയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നതിന് പൊരുത്തപ്പെടുന്ന വാചകത്തിൻ്റെ ഉറവിടം ലിങ്ക് ചെയ്യുന്നു. രണ്ടാമത്തത്, അതുല്യമായ ഉള്ളടക്കം എഴുത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നു. 3, കോപ്പിയടികൾ നിരീക്ഷിക്കാൻ മറ്റ് ലേഖനങ്ങളുമായുള്ള സാമ്യത വർദ്ധിപ്പിക്കും. മറ്റൊന്ന്, നമ്മുടെ പാരാഫ്രൈസിംഗ് വൈദഗ്ധ്യം പരിശോധിക്കുന്നതിന് സഹായിക്കും. ഇനി ഒന്ന്, നിയന്ത്രിതവും ധാർമ്മികവുമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ സഹായിക്കുന്നു. ഇനി മേജർ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ പ്ലാഗിയാരിസം ഡിറ്റക്ഷൻ. ഈ കോപ്പിയടി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന സോഫ്റ്റ്വെയറുകൾ, ഒന്ന് ടർണിറ്റിന,
ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ടർനിറ്റിങ്. ഇതിന് കോപ്പി വേണ്ടി കണ്ടുപിടിക്കുന്നതിലൊരു സമഗ്രമായ ഡാറ്റാ ബേസ് ഉണ്ട്. ഇത് ഒറിജിനൽ സ്കോറുകളോട് കൂടിയ വിശദമായ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. നിരവധി ലീമിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങളുമായിട്ട് LMS എന്ന് പറയും സംയോജിപ്പിക്കുന്നുണ്ട്. ഇത് പ്രാഥമികമായിട്ട് വാചക സാമ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഘടനാപരമായ സാമ്യത കണ്ടെത്താൻ ഇതിന് ടർനിറ്റിന് കഴിയില്ല. രണ്ടാമത്തെ ഉർക്കുണ്ടാണ്. ഉർക്കുണ്ടിനെ കുറിച്ച് അപ്പുറത്തെ വിശദമായിട്ട് വരുന്നത് പിന്നെ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൽ കൂട്ടത്തിൽ പറഞ്ഞു അത് ഉർക്കുണ്ട്. മൂന്നാമത്തത് സേഫ് അസൈൻസ് ആണ്. സേഫ് അസൈൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോർഡും മൂഡിലും സേഫ് അസൈൻ സമർപ്പിച്ച സൃഷ്ടികളിലെ ഒരു വലിയ അക്കാദമിക് ഡാറ്റാബേസുമായി താരതമ്യം ചെയ്യുന്നതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇത് മൗലികതാ റിപ്പോർട്ടുകൾ നൽകുന്ന ഒന്നാണ്. ജനപ്രിയ LMS പ്ലാറ്റ്ഫോമുകളുമായുള്ള അതിൻ്റെ സംയോജനം സൗകര്യം പ്രദാനം ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ലഭ്യത നിർദ്ദിഷ്ട LMS ഉപയോക്താക്കൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കോപ്പി സ്കോപ്പ് എന്ന് പറയും. വെബ് ഉള്ളടക്ക കോപ്പി കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പകർത്തിയ ഓൺലൈൻ ഉള്ളടക്കം തിരിച്ചറിയാൻ കോപ്പി സ്കോപ്പ് ഉപയോഗപ്രദമാണ്. പ്രാരംഭ പരിശോധനകൾക്ക് സഹായകമായ പരിമിതമായ ഉപയോഗമുള്ള ഒരു സൗജന്യ അടിസ്ഥാന പതിപ്പ് ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എങ്കിലും സമഗ്രമായ അക്കാദമിക് കോപ്പിയടി കണ്ടെത്തുന്നതിന് അതുപോലെ തന്നെ പണമടച്ചുള്ള സബ്സ്ക്രിപ്ഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് അക്കാദമിക് ഡാറ്റാബേസുകളിൽ കോപ്പി സ്കോപ്പ് ഫലപ്രദമാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഉർക്കുണ്ടോ അതിനെക്കുറിച്ച് മാത്രം നമ്മളോട് ചോദിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് പറയാം കേട്ടോ. അതായത് വ്യത്യസ്തവും മൂല്യവത്തായതുമായ സവിശേഷതകൾ വാഗ്ദാനം ചെയ്യുന്ന കോപ്പിയടി കണ്ടെത്തുന്ന മേഖലയിൽ ശ്രദ്ധേയമായ ഒരു ഉപകരണമാണ് ഉർക്കുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗവേഷകർക്കും ഏറെ പ്രയോജനകരമാണ്. ഉർക്കുണ്ടിൻ്റെ കാതൽ അതിൻ്റെ ശക്തമായ കോപ്പിയടി കണ്ടെത്തൽ എഞ്ചിനാണ്. വിവിധ അക്കാദമിക് സ്രോതസ്സുകളുടെ ഒരു വലിയ ഡാറ്റാബേസുമായിട്ട് ഇത് സമർപ്പിച്ച സൃഷ്ടികളെ ശ്രദ്ധാപൂർവ്വം താരതമ്യം ചെയ്യുന്നു. എന്നിട്ടോ പ്രമാണങ്ങൾ തമ്മിലുള്ള ഘടനാപരമായ സമാനതകൾ അത് പരിശോധിക്കുന്നു. ഇത് മറ്റു കോപ്പിയടി ചെക്കറുകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നു. ഈ സമീപനം നിർണായകമാണ്. ഉർക്കുണ്ട്. കാരണം വിദ്യാർത്ഥികൾക്ക് ഒരു സ്രോതസ്സ് പുനരാവിഷ്കരിക്കാം, പക്ഷേ അതിൻ്റെ അടിസ്ഥാന ആശയങ്ങളും ഘടനയും നിലനിർത്തുന്നുണ്ട്. പരമ്പരാഗത കോപ്പിയടി കണ്ടെത്തൽ രീതികൾ ഇത് ഒഴിവാക്കുന്നു. ഘടനാപരമായ സമാന്തരങ്ങളെ കണ്ടെത്താനുള്ള ഉർക്കുണ്ടിൻ്റെ കഴിവ് കൂടുതൽ സമഗ്രമായ വിശകലനം നൽകുന്നുണ്ട്. അതുവഴി അക്കാദമിക് സമഗ്രത കൂടുതൽ ഫലപ്രദമായിട്ട് ഇതിന് വർദ്ധിപ്പിക്കാൻ കഴിയും. ഇനി ബെനഫിറ്റ്സ് ഓഫ് എഡ്യൂക്കേറ്റേഴ്സ്. അധ്യാപകർക്ക് ഇതുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ്? ഉർക്കുണ്ട് കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ്? അധ്യാപകർ അവരുടെ ജോലിഭാരം സുഗമമാക്കുന്ന വിലയേറിയ ഒരു ഉപകരണമാണ് ഉർക്കുണ്ട്. വിശാലമായ റിപ്പോർട്ടുകൾ, കളർ കോഡ് ടെക്സ്റ്റ് സെഗ്മെൻറ്റുകൾ ഉപയോഗിച്ചുള്ള കോപ്പിയടി സംഭവങ്ങളെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. കൂടുതൽ സൂക്ഷ്മ പരിശോധന ആവശ്യമായ പ്രദേശങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാൻ ഇത് അധ്യാപകരെ സഹായിക്കുന്നു. അതുപോലെ ഇത് സമയം ലാഭിക്കുന്നു. കണ്ടെത്തലിനപ്പുറം ശക്തമായ ഗവേഷണവും ഉദ്ധരണ രീതികളും വളർത്തിയെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഉർക്കുണ്ട് ഈ മൗലികതയുടെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നുണ്ട്. ശരിയായ ആട്രിബ്യൂഷൻ ഇല്ലാത്ത മേഖലകളെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ മാർഗനിർദ്ദേശം വിദ്യാർത്ഥികളെ ധാർമ്മിക ഗവേഷണ ശീലങ്ങളിലേക്ക് നയിക്കുകയും അശ്രദ്ധമായ മോഷണം ലഘൂകരിക്കുകയും ചെയ്യും. ഘടനാപരമായ സാമ്യതകൾ ഉൾക്കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞല്ലോ. അതായത് അക്കാദമിക് സമഗ്രത നിലനിർത്താനുള്ള ശക്തവും ബഹുമുഖവുമായ ഉപകരണമാണ് ഉർക്കുണ്ടെന്നാണ് നമ്മളിതിൽ നിന്ന് ചുരുക്കി മനസ്സിലാക്കുക. അതിനെ മാത്രം കുറച്ച് 5 മാർക്കും ചോദിക്കുക. അതാണ് അത് പ്രത്യേകം എടുത്ത് ആ സോഫ്റ്റ്വെയറുകളിൽ നിന്ന് വ്യത്യസ്തമായത് കോപ്പിയടി തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ കോപ്പിയടി കണ്ടെത്താനുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉർക്കുണ്ടിനെ പഠിക്കാനുള്ള കാരണം അതാണ്. ഓക്കെ, താങ്ക്സ്.